ശ്രീജിത്ത് ചെന്നിത്തലയുടെ കാര്യം തന്നെയാണ് ആദ്യം അറിയേണ്ടത്. കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും വി ഡി സതീശനുമൊക്കെ എത്തി അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. ഒരു മഞ്ഞുരുക്കം അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെ അദ്ദേഹത്തെ അനുനയിപ്പിച്ചു? എന്തെങ്കിലും ഡിമാൻഡുകൾ അദ്ദേഹം മുന്നോട്ട് വെച്ചതായി അറിയാമോ? അമൃത, അദ്ദേഹത്തെ അനുനയിപ്പിച്ചു എന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തല എക്കാലത്തും പാർട്ടിക്ക് വിഘാതമായ ഒരു സമീപനം എടുക്കുന്ന ഒരാളല്ല. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയപ്പോഴും അദ്ദേഹം പാർട്ടിക്കെതിരായ ഒരു നിലപാടോ അല്ലെങ്കിൽ പ്രതികരണമോ ഒന്നും അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഇത്തവണയും അദ്ദേഹത്തിനൊരു വിഷമമുണ്ടായി, പരിഭവമുണ്ടായി, പ്രയാസമുണ്ടായി. അത് ശരിയാണ്. അദ്ദേഹം നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാതെ ഗുരുവായൂരിലേക്ക് പോയി. അതും എല്ലാ മാസവും നടത്താറുള്ള ഗുരുവായൂർ ദർശനത്തിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. എങ്കിലും അദ്ദേഹത്തിന് പരിഭവമുണ്ട്, അതൃപ്തിയുണ്ട് എന്ന കാര്യം അദ്ദേഹം മറച്ചു വെക്കുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എങ്കിൽ പോലും പാർട്ടിയുടെ നേതാക്കന്മാർ നടത്തുന്ന അഭ്യർത്ഥന അത് കണക്കിലെടുത്തുകൊണ്ട് രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ചേരാൻ തയ്യാറായേക്കും. പ്രത്യേകിച്ചും അദ്ദേഹത്തെ പോലെ പരിചയസമ്പന്നനായ ഒരാളുടെ സാന്നിധ്യം മന്ത്രിസഭയ്ക്ക് അനിവാര്യമാണ്. ഒറ്റയ്ക്കായി ഒരു പ്രവർത്തനം ആർക്കും കാഴ്ചവെക്കുക സാധ്യമല്ല. അപ്പോൾ നല്ല ടീമായി ഈ മന്ത്രിസഭയെ 10 കൊല്ലത്തെ അധികാര നഷ്ടത്തിന് ശേഷം ഭരണത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നല്ലൊരു ടീമായി ഭരിക്കണം എന്നുള്ള കാര്യം അദ്ദേഹത്തെ കൂടി ബോധ്യപ്പെടുത്തി ഘടകകക്ഷികളടക്കം എല്ലാവരുടെയും സമ്മർദ്ദവും രമേശ് ചെന്നിത്തലയ്ക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം വരുന്നു. എന്നാൽ അതിൻ്റെ ഉപാധികൾ എന്തൊക്കെയാണെന്ന കാര്യം ഇനി കോൺഗ്രസ് നേതൃത്വവുമായി നടത്തുന്ന ചർച്ചയിലെ അറിയാൻ കഴിയൂ. നേരത്തെ ദീപാദാസ് മുൻഷി അടക്കമുള്ള ആളുകൾ രമേശ് ചെന്നിത്തലയെ കണ്ടിരുന്നു. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കണ്ടിരുന്നു. അങ്ങനെ രമേശിനോട് അടുപ്പമുള്ള നേതാക്കൾ വി ഡിയുമായി പിന്നീട് വന്ന് സംസാരിച്ചു. ഇന്ന് പലതവണ ആ ഒരു ചർച്ച നടന്നു. ഈ ചർച്ചക്കൊടുവിലാണ് ഇവർക്കിടയിലെ പരിഭവങ്ങളും പ്രയാസങ്ങളും ഇല്ലാതാവുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. എന്തായാലും രമ്യമായ പരിഹാരത്തിലേക്ക് പോകുന്നു. ഏത് വകുപ്പായിരിക്കും ഇനി രമേശ് ചെന്നിത്തലയ്ക്ക് നൽകാൻ പോകുന്നത് എന്നതിൽ മാത്രമാണ് ആകാംക്ഷ. ആഭ്യന്തര വകുപ്പ്, ആഭ്യന്തര വിജിലൻസ് വകുപ്പുകൾ വിട്ടുകൊടുക്കാൻ ഒരുപക്ഷെ മുഖ്യമന്ത്രി തയ്യാറായേക്കില്ല. എല്ലാ കാലത്തും കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ ഒരു കാലത്ത് ഒഴിച്ചാൽ അത് ആഭ്യന്തര വകുപ്പ് കയ്യിൽ വെച്ചിരിക്കുന്ന എന്നായിരുന്നു പതിവ്. അത് ഇത്തവണയും സതീശനും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മറ്റ് ധനം പോലുള്ള പ്രധാന പോർട്ട്ഫോളിയോയിലേക്കായിരിക്കും ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയെ പരിഗണിക്കുന്നത്. SR ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കുന്നു. അതേസമയം തന്നെ എന്ത് മന്ത്രിസ്ഥാനം നൽകണം, ഏത് വകുപ്പ് നൽകണം എന്ന തരത്തിലുള്ള ചർച്ചകൾ ഇനിയും തുടരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് എന്തായാലും UDF യോഗത്തിൽ മറ്റു മന്ത്രിമാർ ആരൊക്കെ എന്നതിൽ ഏതാണ്ടൊരു ധാരണ ഉണ്ടാകും. അത് വരും മണിക്കൂറിൽ ലഭ്യമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.